അടിപൊളി ഗെയിം പ്ലേ ഉണ്ട്. അതും സോളോ വേഴ്സസ് സ്ക്വാഡ്. എയ്സ് ഡോമിനേറ്റഡ് 21 ലോബി ഉണ്ടത്. നമ്മൾ 25+ സ്കില്ലൊക്കെ ഇതിലെടുക്കണ്ടേ. പിന്നെ എങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്യുക, എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റായിട്ട് എല്ലാം പറയുന്നുണ്ട്. സോ ഗൈസ് ലെറ്റ്സ് ഗോ. വേഗം ചെറിയ ഗണ്ണൊക്കെ എടുത്തു. അതിനുശേഷം നേരെ അങ്ങോട്ട് താഴെ റഷ് ചെയ്തു. താഴെ 2-3 പേര് എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ റഷ് ചെയ്തു. അവൻ്റെ പൊസിഷൻസ് ഒന്നും അത്ര ക്ലിയർ ആയിരുന്നില്ല. പക്ഷേ താഴെ 2 എനിമി ഉള്ളത് കണ്ടോർന്നാൽ വേഗം റഷ് ചെയ്തു. നമ്മുടെ മെയിൻ ഇവന്റിലെ എനിമീസ് ഒക്കെ തീർന്നുണ്ട്. ആകെ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെപ്പോഴും ഏതെങ്കിലും ഒരു സൈഡ് ക്ലിയർ ചെയ്തതിന് ശേഷം പിന്നെ അങ്ങോട്ട് കയറിയാൽ മതി. ലെഫ്റ്റ് സൈഡ് ഒരു ഷൂട്ടിംഗ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എനിമിനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. കറക്റ്റായിട്ട് അവനെ കിട്ടി. ഇനി റൈറ്റ് സൈഡുള്ള എനിമീസ് ഉണ്ട്. അവന്മാരെ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ റൂഫിൽ കയറി എന്നിട്ട് സ്കൗട്ട് ചെയ്തു. ഫ്രണ്ടിലുള്ള കോമ്പൗണ്ടിലോട്ട് റഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതാണ്. ആ ടൈമിൽ കുറേ എനിമീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നെയ്ഡും കാര്യങ്ങളൊക്കെ ഇട്ടു പാത്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലയെന്ന് പറഞ്ഞു വെച്ചാൽ എനിമീൻ്റെ അണ്ണാക്കി തന്നെ പോയി ഇറങ്ങും. എന്തായാലും എനിമീസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ വേഗം കുന്തോട്ടിട്ട് നേരെ അങ്ങോട്ട് കയറി. എന്നിട്ട് നോക്കിയോ, നമ്മൾ തൊട്ട് ഫ്രണ്ടിൽ ഒരു നോക്ക് ഉണ്ട് കേട്ടോ. അവൻ ആദ്യം തന്നെ ഫിനിഷ് ചെയ്തു. അതിനുശേഷം താഴെ ഒരുത്തിനുണ്ടായിരുന്നു. ഇവനാണ് പ്രാന്തായിക്കൊണ്ടിരുന്നത്. എന്നെ കുറേ നേരം വട്ടം കറക്കി. അവനാണെങ്കിൽ ഒരു സ്ഥലത്ത് നിൽക്കണേയില്ല, ഓടിക്കൊണ്ടേയിരിക്കുക. അവന് കുറച്ച് ഡാമേജ് കൊടുത്തു പറഞ്ഞാൽ അങ്ങനെ അവനെ റഷ് ചെയ്തു. ഇവനെ അടിച്ചതിന് ശേഷം കുറച്ച് ലൂട്ടൊക്കെ ചെയ്തിരിക്കുന്ന സമയത്താണ് കറക്റ്റായിട്ട് റീകോളായിട്ട് ഒരു എനിമി ഇറങ്ങിയത്. പാവം സ്വന്തം പെട്ടിയിൽ ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും കാര്യമില്ല. അതിനുശേഷം തൊട്ട് ഫ്രണ്ടിൽ വന്നു കേട്ടോ. ഇവന്മാർ സീൻ അടിയായിരുന്നു. ഇവൻ്റെ റഷിങ് സെറ്റായിരുന്നു. എൻ്റെ കയ്യിൽ ഷോട്ട് ഗൺ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ സർവൈവ് ആയത്. ഇവന്മാരെ തീർത്തതിന് ശേഷം ഞാൻ ഒരു പ്രോ പ്ലെയറിനെ അന്വേഷിച്ച് പോയതാണ് കേട്ടോ. അതായത് നമ്മളുടെ മെയിൻ ബിൽഡിങ്ങില്ലേ, അങ്ങോട്ട് പോയതാണ്. നോക്കിയാൽ അവൻ അവിടെ കാണാനില്ല. ശരി എന്നാൽ പിന്നെ ഞാൻ പോയി ലൂട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുന്തോട്ട് പോയതാണ്. നോക്കിയോ എന്താ സംഭവിച്ചെന്ന്. ക്യാമ്പിംഗ് എന്ന് പറഞ്ഞാൽ അപ്പം ക്യാമ്പിംഗ്. ഇതിനുശേഷം നേരെ ഞാൻ പോർച്ചുഗീസിൽ ഇറങ്ങി. ഇവിടെ ആണെങ്കിൽ ഒരൊറ്റ ഒരു പ്ലെയർ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് ബോട്ടാണ്. ഇതല്ലാതെ ഫ്രണ്ടിൽ ഒരുത്തം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അവനടിച്ചതിന് ശേഷം നമ്മളുടെ ചർച്ചില്ലേ, ചർച്ചിന്റെ അവിടെ നിന്ന് നേരെ നമ്മൾ ആ റീകോൾ സെന്ററില്ലേ അവിടേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ എത്ര പേരുണ്ടെന്നൊന്നും എനിക്കൊരു പിടുത്തുണ്ടായിരുന്നില്ല. അതിന്റെ ഇടയിൽ ഒരു ട്രയോ ഇങ്ങോട്ട് വന്നു. ഒരുത്തിന് നോക്ക് കിട്ടു. പക്ഷെ എനിക്ക് അങ്ങോട്ട് കയറാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പോലെ. ഒന്ന് വന്നിട്ട് ദൂരത്തുനിന്ന് എനിക്ക് അടിയുണ്ടായിരുന്നു. അത് മാത്രമല്ല പിന്നെ നമ്മുടെ സ്ക്വാഡ് ഹൗസ് ഇല്ലേ, അവിടെ നിന്നും അടിയുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഒരു നെയ്ഡ് ഇട്ടു. പക്ഷെ നെയ്ഡ് വർക്കായില്ല. രണ്ടും കളിപ്പിച്ച് കയറിയതാണ്. പക്ഷെ നടന്നില്ല. അവന്മാർ അപ്പോഴേക്കും ആ ടവറിൻ്റെ ഉള്ളിൽ കയറി. പിന്നെ എൻ്റെ കയ്യിലാണെങ്കിൽ നെയ്ഡും ഇല്ല. അവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. എന്തായാലും പടമാവും ഞാൻ. അതിനെക്കാട്ടി ബെറ്റർ ഫോൾ ബാക്ക് ചെയ്തു. ഫോൾ ബാക്ക് ചെയ്ത് കുറച്ചൊന്നായേ ഉള്ളൂ. അപ്പോഴേക്കും താഴെയുള്ള നോക്കടിച്ചില്ലേ, അവന്മാരുടെ ടീമിലൊരുത്ത് മുകളിലോട്ട് കയറി വന്നു. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. എന്തായാലും
ഇവനെ നോക്കടിച്ചു പറഞ്ഞാൽ നേരെ അങ്ങോട്ട് കയറിട്ടാ. മീൻസ് അപ്പോഴേക്കും ബാക്കി രണ്ടുപേര് കയറും വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ അവന്മാര് വന്നില്ല. പക്ഷെ അതിൽ ഒരുത്തൻ വന്നു. പക്ഷെ എനിക്ക് ഈ ഫുട്ട് നേരെ കേട്ടില്ല. അപ്പൊ ഒരു ഡൗട്ടായിരുന്നു. അപ്പം ഞാൻ കയറിപ്പോയെന്ന് പറഞ്ഞാൽ പടമായാലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇവൻ്റെ പെട്ടി ലൂട്ട് ചെയ്തു, കുറച്ച് ഗ്രനേഡൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അത് എടുത്ത ഉടനെ ഫ്രണ്ടിലോട്ട് കയറിയിട്ടാ. അവൻ റീകോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോയതാണ്. പക്ഷെ അപ്പോഴേക്കും അവനെ അടിച്ചു. അതിനുശേഷം നേരെ നമ്മുടെ പോച്ചിങ്കി റീകോൾ സെന്റർ ഇല്ലേ, അങ്ങോട്ട് കയറി. ഇവിടെ ആക്ച്വലി 2 ഡിഫറൻറ്റ് സ്ക്വാഡായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരുത്തിനെ അടിക്കുക, ആ ഒരു സോളോ പീസായിരുന്നു പാവം. ഇവനെ തീർത്ത് പറഞ്ഞാൽ എന്തായാലും സ്ക്വാഡ് ഹൗസ് കയറാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് റഷ് ചെയ്തു. അപ്പോഴാണ് ഫ്രണ്ടിൽ ഒരു ഫുൾ ട്രയോ. അതിലും എന്താ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ അവർ വേറൊരു സ്ക്വാഡിനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഒരുത്തുണ്ടായിരുന്നു, അത് വേറെ സ്ക്വാഡ്. അതിലൊരുത്തും തീർന്നു. അതിനുശേഷം അടുത്തത്. ഇവിടുത്തെ ഫൈറ്റ് കഴിഞ്ഞു. അതിനുശേഷം മലയിലൊരു സ്ക്വാഡ് ഉണ്ടായിരുന്നു. അവന്മാരിനെ അടിക്കാന്ന് പറഞ്ഞിട്ടാണ് കയറിപ്പോയത്. പക്ഷെ ഒരുത്തൻ തൊട്ടടുത്തുണ്ടായിരുന്നു. എന്തായാലും സോണ് വന്നു. ഇനി ഇവിടെ നിന്നു പറഞ്ഞു വെച്ചാൽ സീനാണ്. അപ്പം തന്നെ പെട്ടെന്ന് റഷ് ചെയ്തു കേട്ടോ. ആദ്യം നേരിട്ട് നോക്കി അവിടെ എത്തുമല്ലോ എന്ന് പറഞ്ഞിട്ട് എത്തിയില്ല. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, ഡയറക്റ്റ് ഫ്രണ്ടിലോട്ട് കയറി. എനിക്ക് കവർ ഉണ്ടല്ലോ എന്തായാലും. അപ്പോൾ ആ ഒരു കവർ വെച്ചിട്ട് പെട്ടെന്ന് നെയ്ഡ് കുക്ക് ചെയ്തു. എന്നിട്ട് അവിടേക്ക് എറിഞ്ഞു. പക്ഷെ അവന് ഡാമേജ് മാത്രമേ കൊണ്ടുള്ളൂ കേട്ടോ. അവൻ എന്തായാലും ഡാമേജ് കിട്ടിയിട്ടുണ്ടാവും. അപ്പം തന്നെ ഞാൻ മോൾട്ടോ കുക്ക് ചെയ്തു, എറിഞ്ഞു. നോക്കായി എന്തായാലും ഫിനിഷ് ആവും, കാരണം സോൺ ഡാമേജ് നല്ല രീതിയിലുണ്ട്. അതിനുശേഷം നേരെ സോണിലോട്ട് കയറി. മറ്റേ കുപ്പി ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്തായാലും സോണ് കുറച്ച് ചെറുതാവാൻ തുടങ്ങി. അപ്പോൾ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് ആദ്യം പിടിക്കാന്ന് പറഞ്ഞിട്ട് വിചാരിച്ചു കേട്ടോ. ഈ കോമ്പൗണ്ട് കുത്തിയുള്ളൂ. ഫ്രണ്ടിലും ബാക്കിലും എല്ലാവിടെയും എനിമീസ് ഉണ്ടായിരുന്നു. ഈ ഫ്രണ്ടിലും എനിമി ഉണ്ട്, അതേപോലെ തന്നെ ബാക്കിലും മറ്റേ കോമ്പൗണ്ടില്ലേ, അവിടെ എനിമി ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു സോളോ പീസ്. പാവം ഈ കോമ്പൗണ്ട് പിടിക്കാന്ന് പറഞ്ഞിട്ട് വന്നാണ്, പണി കിട്ടി. ബാക്കിലുള്ള സ്ക്വാഡ് ഉണ്ടായിരുന്നില്ലേ, അവന്മാർ ഇങ്ങോട്ട് റഷ് ചെയ്തു. ഞാൻ ഇപ്പോൾ എന്തിനാ മോൾട്ട് ഇട്ടെന്ന് പറഞ്ഞു വെച്ചാൽ ആ ഒരു വഴി കൂടെ റഷ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ കൂടെ റഷ് ചെയ്തെന്ന് പറഞ്ഞു വെച്ചാൽ എനിക്ക് ഭയങ്കര ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും. അവനെ നോക്ക് ചെയ്ത് പറഞ്ഞാൽ എൻ്റെ HP ഭയങ്കരമായിട്ട് ലോ ആയി. വേഗം ഉള്ളിൽ കയറിയിട്ട് ഹീൽ എടുത്തു. പക്ഷെ പെട്ടെന്ന് എനിമി ഫ്രണ്ടിൽ വന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം ഹീൽ ക്യാൻസൽ ചെയ്തിട്ട് അടിക്കാന്ന് പറഞ്ഞിട്ട് ഇതാണ്. പക്ഷെ അവന്മാർ ഉള്ളിൽ കയറിയില്ല. എനിക്കൊന്നും ഷോർട്ട് കട്ടാണെന്ന് പറഞ്ഞ് പേടിച്ചു തോന്നുന്നു. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ഫ്രണ്ടിലൊക്കെ എനിമി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവന്മാരൊക്കെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്യണ്ടായിരുന്നു. യുവന്മാരിനായിരുന്നു സ്പ്രേ ചെയ്യണ്ടായിരുന്നു. എനിക്ക് സോണി പോകണമെന്ന് പറഞ്ഞു വെച്ചാൽ എന്തായാലും യുവന്മാരിനെ അടിക്കാതെ എനിക്ക് സോണി പോകാൻ പറ്റില്ല. അമരണ്ട മോൾട്ടോക്ക് ഇടാൻ തുടങ്ങി. എന്നെ അടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്, പക്ഷെ പറ്റിയില്ല. കാരണം ആ ലെഫ്റ്റിലുള്ള ടീമിലെ അവന്മാർ നല്ല രീതിയിൽ സ്പ്രേ ചെയ്യണ്ടായിരുന്നു. ഇപ്പം ഈ തൊട്ട് ഫ്രണ്ടിലില്ലേ, ഇതിലെ ടോപ്പില് ഒരുത്തനുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു വെച്ചാൽ ആ സൈഡിലുള്ള സ്ക്വാഡിനെ അടിക്കാൻ പറ്റിയ പൊസിഷനായിരുന്നു അതിന്റെ ടോപ്പിലുള്ളവന്. പക്ഷെ ഞാൻ എന്ത് ചെയ്ത്, അവനെ ആദ്യം തൂക്കാൻ നോക്കി. അവിടെയാണ് എനിക്ക് പറ്റിയ വലിയ മിസ്റ്റേക്ക്.
അവനെ ഫിനിഷ് ചെയ്തു. അതിനുശേഷം ബാക്കി ഒരുത്തനും കൂടി ഉള്ളൂ കേട്ടോ. അവൻ തൊട്ട് ഫ്രണ്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ മോൾട്ടോം ഗ്രനേഡൊക്കെ എറിഞ്ഞാണ് കിട്ടിയാലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ കാര്യമില്ല, കിട്ടിയില്ല. അതിനുശേഷം ഞാൻ വണ്ടി എടുത്തിട്ട് സോണി കയറാന്ന് പറഞ്ഞിട്ട് ഇരുന്നാണ്. അടിയോട്ടടി ആ സൈഡിലുള്ള ടീം സീനായിരുന്നു കേട്ടോ. അവന്മാർക്ക് ഭയങ്കര അഡ്വാൻറ്റേജും ഉണ്ട്, കാരണം സോൺ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ തൊട്ട് ഫ്രണ്ടിലില്ലേ അവൻ്റെ ഫൂട്ട് എനിക്ക് കിട്ടി. ഫൂട്ട് കിട്ടുക പറഞ്ഞാൽ അപ്പം തന്നെ നെയ്ഡ് കുക്ക് ചെയ്തു. ഇനി ഫ്രണ്ടിലുള്ള ഒരു ട്രയോവും ഞാനും മാത്രമേ ഉള്ളൂ. ഒരുത്തനെ നോക്കാക്കി അപ്പം തന്നെ ഞാൻ കയറി അടിക്കാന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടാ. ഓക്കെ, എനിവേ 27 കില്ല്, #2 ആണ്. ഡിന്നർ കിട്ടിയില്ല. ഇറ്റ്സ് ഓക്കെ, ബട്ട് ഇറ്റ്സ് ഗുഡ്.